നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ആവശ്യമുള്ള, നമുക്ക് പ്രാധാന്യമുള്ള ആക്ഷൻസ് ആണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ഈ നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് വേണ്ടത്, വേണ്ടാത്തത്, അർജന്റ്, ഇമ്പോർട്ടൻ്റ്, അതുപോലെ തന്നെ ആവശ്യം, അത്യാവശ്യം, അനാവശ്യം എന്നൊക്കെ പറയാറില്ല നമ്മൾ. അത്തരത്തിലുള്ള നമ്മളുമായി കണക്ട് ചെയ്ത ഓരോ വ്യക്തിക്കും ഓരോ ഏരിയയിലുള്ള ആക്ഷൻസേ ആവശ്യമുള്ളൂ. എല്ലാവർക്കും എല്ലാ ആക്ഷൻസും ആവശ്യമില്ല. ചില ആളുകൾക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയാം, പലപ്പോഴും നമ്മൾ കാണാറുള്ളത്, നമുക്കൊക്കെ പറ്റിയിട്ടുണ്ടാവും അത്. ചില സമയത്ത് എനിക്ക് തോന്നാറുള്ളത്, നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യേണ്ടതില്ല. കാരണം അത് അവർക്ക് ആവശ്യമുള്ള ഒരു ആക്ഷൻ. അപ്പം നമ്മൾ ചില ആളുകളോട് ഭയങ്കര അന്ധമായി ഫോളോവർ ആവുകയോ, അന്ധമായി ചില ആളുകളെ, നമ്മുടെ മുമ്പിൽ കാണുന്ന ചില ആളുകളെ ഇഷ്ടപ്പെടുകയോ സ്നേഹിക്കുകയോ അവർ ചെയ്യുന്ന പോലെ ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ അവനവന്റെ തനിമ നഷ്ടപ്പെടും, യുണീക്ക്നെസ്, അതുല്യത ഒക്കെ നഷ്ടപ്പെടും. മനുഷ്യൻ അതുല്യമായ ഒരു സൃഷ്ടിയാണ്. ഒരാളും ഒന്നിലേക്കും തുല്യപ്പെടുത്താൻ പറ്റാത്ത രൂപത്തിലുള്ള യുണീക്ക്നെസ് ഉള്ള വ്യക്തി വൈജാത്യവും വ്യക്തിപ്രഭയും, അതേപോലെ തന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ക്വാളിറ്റിയുള്ള വ്യക്തിയാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ക്വാളിറ്റിയെ കോപ്പി അടിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾക്ക് ഏത് ടൈപ്പ് ഓഫ് ക്വാളിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. പലപ്പോഴും മറ്റുള്ളിടത്തുള്ള എല്ലാ ക്വാളിറ്റിയും നമുക്ക് ആവശ്യമുണ്ടാവില്ല, മറ്റുള്ള എല്ലാ ആക്ഷൻസും നമുക്ക് ആവശ്യമുണ്ടാവില്ല. ക്വാളിറ്റി ഒരു പക്ഷേ നല്ലതായിരിക്കാം, പക്ഷെ ചില ആളുകൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ടാവില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വാരി വലിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ ആ ആക്ഷൻ്റെ പുറകിലും ഈ ആക്ഷൻ്റെ പുറകിലും ഒന്നും പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ പോയി സമയം പോവുകയും പ്രയോറിറ്റി നഷ്ടപ്പെടുകയും ജീവിതത്തിലെ വളരെ നിർണായകമായ ടൈം ഡാമേജ് എല്ലാം സംഭവിച്ചിട്ട് പിന്നെ അവസാനം പിന്നെ ഖേദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അതൊക്കെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈഫ് ലേണിംഗ് ലെസൺസിന്റെ ഒരു സീരീസ് എന്നുള്ള നിലക്ക് തന്നെ നമുക്ക് വേണ്ട, അർജന്റായിട്ട് നമുക്ക് വേണ്ട ആക്ഷൻ എന്താണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ഷൻ ഏതാണ്, നമുക്ക് ഏത് ആക്ഷൻ ഏരിയയാണ് നമുക്ക് വീക്കായ ആക്ഷനിൽ ഏത് ആക്ഷനാണ് എമർജൻസി ആയിട്ട് വളരെ അത്യാവശ്യമായിട്ട് എംപവർ ചെയ്യേണ്ട ആക്ഷൻ, അല്ലെങ്കിൽ ആ ആക്ഷൻ കൺസിസ്റ്റന്റ് ആക്കേണ്ട ആക്ഷൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അത് നമ്മൾ തന്നെ ലിസ്റ്റ് ഉണ്ടാക്കിയാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. സ്വന്തമായിട്ടൊരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്താലാണ് അത് മനസ്സിലാവുക. ഇപ്പോൾ ഉദാഹരണം, സമ്പത്ത് സൂക്ഷിക്കുക, സമ്പത്ത് കൈകാര്യം ചെയ്യുക, സമ്പത്ത് സേവ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ സമ്പത്ത് ഏൽപ്പിച്ചാൽ അത് കൃത്യമായി കേടുപാട് കൂടാതെ സൂക്ഷിക്കുക. ഇതൊക്കെ ഒരു സമ്പത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ്. സമ്പത്ത് ഉണ്ടാക്കുന്നത്, നല്ല സമ്പത്ത് ഉണ്ടാക്കുന്നത്, ചീത്ത സമ്പത്ത് ഉണ്ടാക്കാതിരിക്കുന്നത്, അതൊക്കെ ആക്ഷനാണ്. സമ്പത്തായതുകൊണ്ട് എന്തുണ്ടാക്കുന്നു എന്നുള്ള രൂപത്തിലുള്ള ആക്ഷനൊക്കെ നാട്ടിൽ നടക്കുന്നതാണ്. പല രൂപത്തിൽ സമ്പത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആക്ഷനെ കോപ്പിടിക്കും. ഇപ്പൊ ചില ആളുകളുടെ ഇഷ്ടം, അല്ലെങ്കിൽ ചില ആളുകൾ സമ്പത്തിനോടുള്ള ഇഷ്ടം കാരണം ആരെങ്കിലുമൊക്കെ ചെയ്യുന്ന ആക്ഷൻസിനെ കോപ്പിടിക്കും. സംഭവിക്കുക എന്താണെന്നറിയാം, ഉണ്ടാക്കാൻ പാടില്ലാത്ത രൂപത്തിലുള്ള മോശമായ സമ്പാദ്യം ഉണ്ടാക്കലായിരിക്കും. അപ്പൊ സമ്പത്ത് ഉണ്ടാക്കി അത് സമ്പാദ്യമാക്കി മാറ്റി അതിനെ ഉപയോഗം ചെയ്യുന്ന രീതി, അതേപോലെ ഉപയോഗിക്കുന്ന രീതി. ഇപ്പൊ ചില ആളുകൾ മക്കൾക്ക് കൊടുക്കുന്ന ക്യാഷിന്റെ രീതി കണ്ടിട്ടായിരിക്കും നമ്മൾ അതേപോലെ കോപ്പി ചെയ്തിട്ട് മക്കൾക്ക് കൊടുക്കേണ്ടത് അങ്ങനെയാണോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. നമ്മൾ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്താണ്. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്, സ്വന്തം കാശ് മുഴുവൻ എടുത്ത് ഉപയോഗിച്ച് മക്കളെ വളരെ സെറ്റിലാക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ പകുതി കാശ് ഉപയോഗിച്ച് സെറ്റിലാക്കാൻ ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു ശതമാനം മാറ്റി വെച്ചിട്ട് സെറ്റിലാക്കാൻ ശ്രമിക്കുന്നവർ. എത്ര കാശും ഭൂമിയും ഇഷ്ടംപോലെ കിടന്നാലും മക്കളുടെ പ്രയാസങ്ങൾ തിരിഞ്ഞു നോക്കാത്ത രക്ഷിതാക്കളുണ്ട്. ഇനി ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓരോന്ന് ആക്ഷൻസ് ചെയ്തു കൊടുത്ത് അവരെ ബിൽഡ് ചെയ്ത് കൊണ്ടിരുന്ന രക്ഷിതാക്കൾ ഞാൻ കണ്ടിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൗദി അറേബ്യയിൽ നമ്മളുടെ ഒരു വലിയൊരു ജ്യൂസ് കമ്പനിയാണ്. അതിൻ്റെ ഒരു ഓണർ അദ്ദേഹത്തിൻ്റെ മകനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കിയ ഓരോ തരത്തിലുള്ള കാശും. ഒരു കമ്പനിയുടെ ഓഡിറ്റിംഗ് നടത്തിയിട്ട് ഈ കമ്പനിയുടെ അവസ്ഥ എങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ അത് വളരെ നഷ്ടത്തിലാണ് പോകുന്നതെങ്കിൽ പറഞ്ഞപ്പം രക്ഷിതാവ് പറഞ്ഞത് അറിയാം, അത് കുഴപ്പമില്ല, അത് അവന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങി കൊടുത്ത കമ്പനിയാണ്, അത് അവൻ പഠിക്കുന്നുണ്ടല്ലോ, ഇനി അതിൻ്റെ പോരായ്മകൾ നികത്താൻ പറ്റുമെങ്കിൽ നികത്താം, അല്ലെങ്കിൽ നമുക്കത് ഓഫ് ചെയ്തിട്ട് അവന് വേറെ രൂപത്തിലേക്ക് മാറാം എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ അത് മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ കാണാം.
എത്ര കാശുണ്ടായാലും ഒരിക്കലും അത് ചിലവാക്കില്ല. കാരണം എന്താ, ഞാൻ വേറെ ആരൊക്കെയോ അങ്ങനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവരെ ഫോളോ ചെയ്യുന്നത് ചില ആൾക്കാർ. അപ്പൊ ചില മക്കൾ ദാരിദ്ര്യവും പ്രയാസവും കഷ്ടപ്പാടും കടവും പ്രതിസന്ധിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന കാണാം. എന്നാലും രക്ഷിതാക്കളെ തിരിഞ്ഞു നോക്കൂല. അവർക്കത് ചെയ്യാൻ കഴിയില്ല കൃത്യമായിട്ട്. പിന്നെ അവരുടെ കാലശേഷം ആ കാശ് കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടല്ലോ, അപ്പോഴേക്ക് ഈ മക്കളും വൃദ്ധരായിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഉപകാരമുള്ള രൂപത്തിൽ ഓരോന്നിനെയും ഉപകാരപ്പെടുത്താൻ മറ്റുള്ളവരെ കോപ്പി ചെയ്ത് ജീവിതം ഒന്നിനും പറ്റാതെ ആക്ഷനുകൾ, വളരെ മോശപ്പെട്ട ആക്ഷനിലേക്ക് പോയിട്ടുള്ള എത്രയോ രക്ഷിതാക്കളെ നമ്മൾ കാണാം. അതേപോലെ ചില ആളുകൾ കോപ്പി ചെയ്ത് ചില പ്രവൃത്തികൾ ചെയ്ത് ചില സംസാരം ചിലരെ ശൈലിയിൽ പ്രയോഗിച്ച് അങ്ങനെ സംസാരിച്ച് ആളുകളുടെ കൂട്ടത്തിൽ കയ്യടി വാങ്ങി. പക്ഷെ ആളുകളുടെ കൂട്ടത്തിൽ അതിന് വെറുപ്പ് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ പലപ്പോഴും കയ്യടിയല്ല നമുക്ക് ആവശ്യം, നല്ല വാക്കുകളിലൂടെ ആളുകളുടെ ആഗ്രഹമാണ്. ചില ആളുകളുടെ അടുത്ത് ഇപ്പം ഞാൻ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചാപ്റ്റർ നമ്പർ 3 ഖുറാനിൽ ഒരു വേഴ്സ് പറയുന്നുണ്ട്. വളരെ വലിയ ദൈവം പ്രവാചകനെ അപ്രിഷ്യേറ്റ് ചെയ്ത് പറയുന്ന ഒരു വലിയ വാക്കാണ്. അതിൽ പ്രയോഗിച്ചിരിക്കുന്നത് നിന്റെ സ്വഭാവത്തിന്റെ മഹിമയെ കുറിച്ചാണ് പറയുന്നത്. പ്രവാചകരെ, നിങ്ങളുടെ സ്വഭാവത്തിന്റെ ആ ഒരു മഹിമ കാരണമാണ് ആളുകൾ നിങ്ങളുടെ മറ്റെടുക്കുന്നത്. ചില സ്ഥലത്തൊക്കെ ആളുകളെ പോയി നമ്മൾ പരിചയപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നീട് അങ്ങോട്ട് പോകാൻ തോന്നൂല. അവിടെ പിന്നീട് അവരെ കാണാൻ തോന്നൂല, പിന്നീട് അങ്ങോട്ട് പോകാനൊരു ഇഷ്ടം തന്നെ ഉണ്ടാവില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ സംസാരിക്കുന്ന സംസാരത്തിൽ നെഗറ്റീവായി സംസാരിക്കുകയോ ആളുകളെ റിജക്റ്റ് ചെയ്ത് സംസാരിക്കുകയോ വരികൾക്കിടയിൽ ആളുകളെ അകറ്റി നിർത്താനുള്ള വാക്കുകളൊക്കെ അല്ലെങ്കിൽ സൂചനകളൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തോളൂ ചില ആൾക്കാർ. അപ്പൊ ഇതൊരു ആക്ഷനാണെന്നാണ് നമ്മൾ പറഞ്ഞത്. പറച്ചിലൊക്കെ ആക്ഷനാണ്, വാക്കുകളൊക്കെ ആക്ഷനാണ്, വേർഡ്സ് ഒക്കെ ആക്ഷനാണ്. അപ്പൊ ഈ ആക്ഷനുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ വാക്ക് നമ്മളെ കയ്യിൽ നിന്ന് പോയാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. So wishing you all the very best and have a great day. God bless. Thank you so much. I love you all.